കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തകർന്നത് 11-14 വാർഡുകളുടെ ശുചിമുറി കെട്ടിടത്തിന്റെ ഭാഗമാണ്. അപകടമുണ്ടായത് അസ്ഥിരോഗ ചികിത്സാ വാർഡിലാണ് എന്നതും കൂടി മനസ്സിലാക്കുന്നു. രോഗികൾ വാർഡുകളിൽ, അതായത് ഈ അപകടം പറ്റിയ തകർന്നു വീണ വാർഡുകളിൽ രോഗികൾ കഴിഞ്ഞിരുന്നു എന്നതും വ്യക്തമാകുന്നുണ്ട്. 11-14 വാർഡിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീഡിയ വൺ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേൽക്കൂരയടക്കം, സ്ലാബ് അടക്കം അടർന്നു വീണതും പൊളിഞ്ഞു വീഴാനായതിൻ്റെയും നടുക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ കാണാം. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ്, ശുചിമുറിയുടെ ഭാഗമാണ് പൊളിഞ്ഞു വീണത്. അങ്ങേയറ്റം അപകടാവസ്ഥയിലായ, അപകട ഭീഷണിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിനകത്ത് ഈ അപകടം നടക്കുമ്പോഴും രോഗികളടക്കം ഉണ്ടായിരുന്നോ എന്ന ഏറ്റവും ഗുരുതരമായ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ജോസി ബാബു തുടരുന്നുണ്ട്. ജോസി, ആ ബിൽഡിങ്ങിനകത്താണോ ജോസി ഇപ്പോഴുള്ളത്? ജോസി ഇപ്പോഴില്ല. എന്തായാലും ആ ബിൽഡിങ്ങിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസ്ഥിരോഗ വാർഡിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് പൊളിഞ്ഞു വീണെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ മനസ്സിലാകുന്നതനുസരിച്ച് രോഗികളുടെ അതടക്കമുള്ള വസ്തുക്കൾ ആ വാർഡിനകത്ത് കാണാം. ബെഡ് കാണാം, രോഗികൾ ഉപയോഗിക്കുന്ന, കുട്ടിരിപ്പുകാർ ഉപയോഗിക്കുന്ന ബക്കറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെ കാണാം. കണ്ടെടുത്തോളം പുതിയ വസ്തുക്കളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അപകടം പിടിച്ച ബിൽഡിങ്ങിനകത്ത് അപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നു, രോഗികൾ ഉണ്ടായിരുന്നു, കൂട്ടിരിപ്പുകാരുണ്ടായിരുന്നു.